ഓൺലൈനായി വരുമാനം നേടുന്നവർ, അതായത് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവർക്ക് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വിഡ്രോവൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പേയ്മെൻറ്റ് സിസ്റ്റമാണ് നെറ്റെല്ലാർ. അതുപോലെ ഓൺലൈൻ ട്രേഡിംഗ് വെബ്സൈറ്റുകളായ IQ ഓപ്ഷൻ അല്ലെങ്കിൽ എക്സ്പെർട്ട് ഓപ്ഷൻ തുടങ്ങിയ ഒട്ടനവധി ട്രേഡിംഗ് വെബ്സൈറ്റുകളിൽ നിന്നും നമുക്ക് പൈസ സമ്പാദിക്കുകയും അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോവൽ ചെയ്യുന്നതിനും അതുപോലെ അതിലേക്ക് നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ നെറ്റെല്ലാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ക്രിപ്റ്റോ കറൻസികളായ നമുക്കറിയാമായിരിക്കും ബിറ്റ്കോയിൻ, എതേറിയം തുടങ്ങിയ ഡിജിറ്റൽ നാണയങ്ങൾ നമുക്ക് വാങ്ങുന്നതിനും അത് നമുക്ക് ശേഖരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് വിൽക്കുന്നതിനും ഒക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളതും ലോകത്തെല്ലാ രാജ്യങ്ങളിലെ കറൻസികളിലും കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതുമായ ഒരു പേയ്മെൻറ്റ് സിസ്റ്റമാണ് നെറ്റെല്ലാർ. സ്ക്രിൽ അക്കൗണ്ട്, പേയ്പാൽ, അതുപോലെ കുറേയധികം പേയ്മെൻറ്റ് സിസ്റ്റങ്ങളുണ്ട്. പൈനിയർ തുടങ്ങിയ പേയ്മെൻറ്റ് സിസ്റ്റം, ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്നതിനുള്ള അതേ സിസ്റ്റം പോലെയാണ് നെറ്റെല്ലാറും വർക്ക് ചെയ്യുന്നത്. ഈ നെറ്റെല്ലാർ സിസ്റ്റം സ്ക്രിൽ അക്കൗണ്ടുമായിട്ട്, അതായത് സ്ക്രിൽ പേയ്മെൻറ്റ് ഓപ്ഷനുമായിട്ട് വളരെയധികം ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റമാണ്. അതുകൊണ്ട് സ്ക്രിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കേവലം ഒരു ഇമെയിൽ ID ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യുവാനും ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനും പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. എങ്ങനെയാണ് നെറ്റെല്ലാർ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതിനുശേഷം എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ ഇതിലേക്ക് പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക്, നെറ്റെല്ലാർ പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം, വിഡ്രോവൽ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ കാണാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ നെറ്റെല്ലാർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് കൊടുക്കുക. നമുക്കിവിടെ നെറ്റെല്ലാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. 19 MB ആണ് ഫയൽ സൈസ് വരുന്നത്. വളരെ വേഗത്തിൽ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം, ഇവിടെ ഓപ്പൺ എന്ന് പറയുന്നൊരു ബട്ടൺ വരും. നമുക്കവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. സ്കാൻ ചെയ്തു, ഇൻസ്റ്റാളായി. ശേഷം ഏറ്റവും താഴെ വലത് സൈഡ് ഏറ്റവും താഴെ ഓപ്പൺ എന്ന് പറഞ്ഞ് കാണാം. നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോണിൽ നെറ്റെല്ലാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസോടെ ആയിരിക്കും നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ഡെസ്ക്ടോപ്പിൽ എന്തെങ്കിലും നെറ്റെല്ലാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഗിനും യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും വെബ് ബ്രൗസർ, അതായത് ഗൂഗിൾ ക്രോമിലോ ഏതെങ്കിലും വെബ് ബ്രൗസറിൽ റീഡയറക്റ്റ് ആവും. അതിൻ്റെ നെറ്റെല്ലാറിൻ്റെ വെബ്സൈറ്റിൽ വെച്ചാണ് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നെറ്റെല്ലാറിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ വഴി പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഗൂഗിൾ ക്രോം പോലുള്ള വെബ് ബ്രൗസറിൽ പോയിട്ട് നമുക്കവിടെ നമ്മുടെ യൂസർ നെയിം, അതായത് നമ്മുടെ യഥാർത്ഥ പേരിൻ്റെ ഫസ്റ്റ് പേര്, രണ്ടാമത് സെക്കൻഡ് നെയിം, അതിനുശേഷം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന നമ്മുടെ ഇമെയിൽ ID നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഇമെയിൽ ID ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, ലോഗിൻ ചെയ്യേണ്ടത് എപ്പോഴും. അതായത് ഇമെയിൽ ID വളരെ കറക്റ്റ് ആയിരിക്കണം. ഇമെയിൽ ID അതുപോലെ അതിനുശേഷം നമ്മുടെ പാസ്വേഡ്, അതായത് നമുക്ക് ആപ്ലിക്കേഷൻ എപ്പോഴും ലോഗിൻ ചെയ്യുന്നതിനുള്ള പാസ്വേഡ്, ഇത്രയും നമ്മൾ ശരിയായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നെറ്റെല്ലാർ പേയ്മെൻറ്റ് സിസ്റ്റം രജിസ്റ്റർ ആവുന്നതാണ്. നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അക്കൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് കാണാം വെൽക്കം ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരവിടെ കാണാം. ഇവിടെ നമ്മുടെ അതിന് തൊട്ട് മുകളിൽ നമ്മുടെ ബാലൻസ് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ വെബ്സൈറ്റിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം നമുക്കിവിടെ കാണാം പേ ഓൺലൈൻ, സെൻഡ് ആൻഡ് റിസീവ്. നമുക്കിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കും.
നമ്മൾ പാസ്വേഡ് നമുക്ക് വേണമെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാതെ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കുന്നതിന് നമുക്ക് ക്രോമിലൊക്കെ ആണെങ്കിൽ സൗകര്യമുണ്ട്. അതിനുശേഷം നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് മാത്രം കാണാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ റെഡിയാക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ നമുക്ക് വാലറ്റ് എന്ന് പറഞ്ഞ് ഒരു സിമ്പൽ കാണാം. അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് ഒരു ഗ്രീൻ ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് രാജ്യത്താണോ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ആ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് വാലറ്റ് നമ്മുടെ കറൻസി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഇന്ത്യ എന്ന് ഓൾറെഡി വന്നിട്ടുണ്ടാവും. നമ്മൾ ഇന്ത്യയിൽ വെച്ചാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏത് രാജ്യമാണ്, സൗദി അറേബ്യയോ അല്ലെങ്കിൽ മസ്കറ്റോ ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയോ ഇംഗ്ലണ്ടോ നമ്മൾ ഏത് രാജ്യത്താണോ ഉള്ളത് നമുക്ക് ഏത് കറൻസിയാണോ നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവേണ്ടത് ആ കറൻസി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം രാജ്യം സെലക്ട് ചെയ്യുക, അതിനുശേഷം കറൻസി സെലക്ട് ചെയ്യുക. തുടർന്ന് നമ്മൾ സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ എന്തൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണോ അവിടെ കൊടുക്കുന്നത് അതേപോലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മളവിടെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജെൻഡർ, അതായത് മെയിലാണോ ഫീമെയിലാണോ, നമ്മുടെ ഏജ്, നമ്മുടെ അഡ്രസ്സ്, പിൻകോഡ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ നമ്മുടെ മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും. അതായത് നമ്മളവിടെ കൊടുത്ത മൊബൈൽ നമ്പർ ശരിയാണെങ്കിൽ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. ഇവിടെ ജസ്റ്റ് വൺ ടൈം പാസ്വേഡ് വന്നിട്ടുണ്ട്. ആ പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഫോണിൽ വന്നിട്ടുള്ള മെസ്സേജ് നമ്മൾ ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്തിട്ട് അതിൽ കാണുന്ന OTP അതേപോലെ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വെരിഫൈ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ആ ഗ്രീൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കപ്പോൾ തന്നെ കാണാം നമ്മുടെ നെറ്റ്ലാർ അക്കൗണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ വിൻഡോ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ID വേണം ചെക്ക് ചെയ്യാൻ. സെക്യൂറായിട്ടൊരു ID, ഒരു 6 അക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. ഇത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ 6 അക്ക പിൻ നമ്പർ ഉപയോഗിച്ച് വളരെ ഈസിയായി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ അക്കൗണ്ട് ഏതാണ്ട് ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യണം. അത് നമ്മുടെ കയ്യിലുള്ള ATM കാർഡോ അതായത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ സ്ക്രിൽ അക്കൗണ്ടോ ഏതെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ലിങ്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ നെറ്റ്ലാർ അക്കൗണ്ടിലേക്ക് നെറ്റ്ലാർ അക്കൗണ്ടിൻ്റെ വാലറ്റിലേക്ക് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാനും തിരിച്ച് അക്കൗണ്ടിലേക്ക് വിഡ്രോവൽ ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആഡ് സം മണി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ മണി എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മണി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം മാസ്റ്റർ കാർഡ്, മാസ്റ്റേറോ കാർഡ്, ഇങ്ങനെ കുറേ അധികം ഏത് കാർഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വിസ ഡെബിറ്റ് കാർഡ്, നമുക്ക് UPI വരെ ഇതിലിപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് കാണാം വിസ കാർഡ്, വിസ ഇലക്ട്ര അതർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൂടെ ഉണ്ടാവും. അത് നമ്മുടെ നെറ്റ് ബാങ്കിങ്, നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന UPI അല്ലെങ്കിൽ സ്ക്രിൽ അക്കൗണ്ട്, ഇത് ഏത് ഉപയോഗിച്ചും നമുക്ക് ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വിഡ്രോവൽ ചെയ്യുന്നതിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കൊടുക്കേണ്ടതാണ്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ് വലത് സൈഡ് ഒരു ഗ്രീൻ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീഡ്ബാക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു നെറ്റ് ബാങ്കിങ്ങിൻ്റെ കൊടുത്തു. അതിനുശേഷം നമുക്ക് എത്ര രൂപയാണോ നമുക്കിതിലേക്ക് നെറ്റ്ലാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ പൈസ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ പാൻ കാർഡ് ചോദിക്കും. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ
ലോഗിൻ ചെയ്യാനൊക്കെ ഉപയോഗിച്ച ഇമെയിൽ ഐ ഡി നമ്മളവിടെ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഒരു OTP വരികയും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ, അതായത് നമ്മുടെ നെറ്റലാർ അക്കൗണ്ടിലേക്ക് പൈസ സെൻഡ് ആവുകയും ചെയ്യുന്നതാണ്. ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തരത്തിൽ ചെയ്യുക. അതുപോലെ ഈ നെറ്റലാർ അക്കൗണ്ടിൻ്റെ ഇമെയിൽ ഐ ഡി നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ക്രിപ്റ്റോ കറൻസിയോ എന്തെങ്കിലും വിഡ്രോവൽ ചെയ്യുന്നതിനും ഓൺലൈൻ ജോബിനൊക്കെ പൈസ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഇമെയിൽ ഐ ഡി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഫോൺ നെറ്റലാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെറ്റലാർ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നമുക്കിവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. നമുക്ക് സാധാരണ നെറ്റലാർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കും പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോയുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും.